ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിപ്പ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കൺട്രോൾ റൂം തുറന്നു. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി ചികിത്സയിലുള്ളത്. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യ വകുപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള രോഗിയുടെ സഞ്ചാരപാതയാണ് പുറത്തുവിട്ടത്. രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ട 15 പേരെ ഹോം ക്വാറന്റൈനിലാക്കി. ക്ലസ്റ്ററുകൾ തിരിച്ചുള്ള നിരീക്ഷണവും ആരോഗ്യ വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നും ശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇളകി വീണ പാറയ്ക്കടിയിൽ കുടുങ്ങി വയോധിക, രക്ഷാപ്രവർത്തനം വിജയം. തിരുവനന്തപുരം പാറശാലയിൽ ഇളകി വീണ പാറയ്ക്കടിയിൽ വയോധിക കുടുങ്ങി. വയോധികയെ ഏറെ നേരം നീണ്ട രക്ഷാപ്രവർത്തനത്തിലാണ് പുറത്തെടുത്തത്. രാജകുമാരി എന്ന 50 വയസ്സുകാരിക്കാണ് പാറ പതിച്ച് പരിക്കേറ്റത്. പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയപ്പോഴാണ് പാറ പതിച്ചത്. സ്ഥലത്ത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. കനത്ത മഴയിലായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത്. വയോധികയുടെ അരയ്ക്ക് താഴോട്ട് പാറയുടെ അടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അമ്മ സംഘടനയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി അൻസിബ. നോട്ടീസിൽ വ്യക്തത കുറവുണ്ടെന്ന് മറുപടി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി നടി അൻസിബ. കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തത കുറവുണ്ടെന്നാണ് അൻസിബയുടെ മറുപടി. താൻ നടത്തിയ നിയമലംഘനങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കണം. ലക്ഷ്മിപ്രിയയും ടിനി ടോമുമായുള്ള വിഷയം തീർത്തും വ്യക്തിപരമാണ്. അക്കാര്യത്തിൽ അമ്മ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അമ്മയിൽ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കുവാൻ സംഘടന തയ്യാറായിരുന്നില്ല. ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ തനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. താൻ സ്വീകരിക്കുന്ന നിയമപരമായ നടപടികൾ തന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും അൻസിബയുടെ മറുപടി. മധ്യപ്രദേശ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് 3 BJP സ്ഥാനാർത്ഥികളെ വിജയിയായി പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളെ വിജയിയായി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം അട്ടിമറിച്ചു. ഗവർണർക്കെതിരെ പ്രതിപക്ഷം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം ഗവർണർ അട്ടിമറിച്ചെന്ന് പ്രതിപക്ഷം. നിയമ സെക്രട്ടറി സുനിൽകുമാറിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കുവാനുള്ള മുൻ സർക്കാരിന്റെ നിർദ്ദേശം ഗവർണർ അട്ടിമറിച്ചെന്നാണ് ആക്ഷേപം. ഇറാനുമായി സമാധാന കരാർ ഈ ആഴ്ച ഒപ്പിടുമെന്ന് ട്രംപ്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. ഇറാനുമായി സമാധാന കരാർ ഈ ആഴ്ച ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിലാണെന്നും യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുകയെന്നും ട്രംപ് വ്യക്തമാക്കി. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ അംഗീകാരം ലഭിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. ചർച്ചകളിലെ പുരോഗതി ചൂണ്ടിക്കാട്ടി ഇന്നലെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ ആക്രമണത്തിൽ നിന്നും ട്രംപ് പിന്മാറിയിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.